മക്കളെ, അപ്പോൾ നമ്മുടെ തേർഡ് ടൈം ഒക്കെ സ്റ്റാർട്ട് ചെയ്തു അല്ലേ? യെസ്. അപ്പോൾ ക്രിസ്മസ് വെക്കേഷനൊക്കെ കഴിഞ്ഞ് എല്ലാവരും ബാക്ക് ടു സ്കൂൾ മൂഡിലാണ്. യെസ്. അപ്പോൾ ഇപ്പോൾ കുറേ പേർക്കൊക്കെ നമ്മുടെ എക്സാം എഴുതിയതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും. ചിലർക്ക് എക്സ്പെക്ട് ചെയ്തതുപോലെ നല്ല മാർക്ക് കിട്ടിയ കുറേ മക്കളുണ്ടാവും. അതുപോലെ തന്നെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ചുള്ള മാർക്ക് കിട്ടാത്ത കുറേ കുട്ടികളുണ്ടാവും. ഓക്കെ, എനിവേ സാരമില്ല. അപ്പോൾ ഇനി നമുക്ക് തേർഡ് ടൈമാണ് നമുക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ പോയതൊക്കെ പോട്ടെ, എക്സ്പെക്റ്റേഷൻസ് ഒക്കെ മീറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നോർത്ത് വിഷമിക്കൊന്നും വേണ്ട, സാരമില്ല, നമുക്ക് നമ്മുടെ തേർഡ് ടൈമിൽ പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇനി തേർഡ് ടൈമിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്, എത്ര ചാപ്റ്റേഴ്സ് നോക്കാനുണ്ടെന്നുള്ളതൊക്കെ നോക്കാം അല്ലേ? സെക്കൻഡ് ടൈമിലേക്ക് വന്നപ്പോൾ നമുക്ക് 5 ചാപ്റ്റേഴ്സ് ആയിരുന്നു പഠിക്കാനുണ്ടായിരുന്നു. അത് ഫുൾ C++ റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആയിരുന്നു. ഫസ്റ്റ് ടൈമിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് 2 ചാപ്റ്റേഴ്സ് ആയിരുന്നു. 2 ചാപ്റ്റേഴ്സേ ഉള്ളെങ്കിലും അതൊരു 4-5 ചാപ്റ്റേഴ്സിൻ്റെ വലുപ്പമുള്ള 2 ചാപ്റ്റേഴ്സ് ആയിരുന്നു അല്ലേ? വലിയ 2 ചാപ്റ്റേഴ്സാണ് ഫസ്റ്റ് ടൈമിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് ടൈമിൽ 5 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. 5 കുഞ്ഞു ചാപ്റ്റേഴ്സ് ആയിരുന്നു. ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സും ആയിരുന്നു. ഇനി തേർഡ് ടൈമിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് മൊത്തം 3 ചാപ്റ്റേഴ്സാണുള്ളത്. ഏതൊക്കെയാണ് ആ ചാപ്റ്റേഴ്സ് നോക്കിക്കേ. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, ഇൻ്റർനെറ്റ്, IT ആപ്ലിക്കേഷൻ. ഇത് 3 എണ്ണമാണ് നമ്മുടെ ചാപ്റ്റേഴ്സ് വരുന്നത്. ആൻഡ് 3ഉം തിയറി ചാപ്റ്റേഴ്സ് ആണ്. ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ കേട്ടിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമുക്കിവിടെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഓരോ ചാപ്റ്റേഴ്സിനകത്തും എന്തൊക്കെ കണ്ടന്റ് ആണ് പഠിക്കാനുള്ളതെന്ന് നോക്കിയാലോ. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് എന്തൊക്കെയാണുള്ളത് നോക്കിക്കേ. എന്താണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്? ഡേറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, കമ്മ്യൂണിക്കേഷൻ മീഡിയം, ഡേറ്റ കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ്, data terminal equipments, network topologies, logical classification of network, types of network, identification of computers and users over a network, network protocols, uniform resource locator. ഈ ചാപ്റ്റർ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും, ഈശ്വര ഇത് കുറേ പഠിക്കാനുണ്ടല്ലോ, ഇതാണോ ഞങ്ങൾക്ക് അറിയാവുന്നതാണെന്നൊക്കെ പറഞ്ഞത്, ഇതിനകത്തുള്ള ഒന്നും ഞങ്ങൾ കേട്ടിട്ടില്ലല്ലോ എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ ഇത് ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്റർ ആട്ടോ. ആൻഡ് ഈ ചാപ്റ്ററിൽ നിന്ന് essay ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഈ നെറ്റ്വർക്ക് ടോപ്പോളജീസ്, ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, അതുപോലെ നെറ്റ്വർക്ക് പ്രോട്ടോക്കോള്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് ലോങ് എസ്സേക്കും അതുപോലെ തന്നെ ഷോർട്ട് എസ്സേക്കും ഒക്കെ ഫൈനൽ എക്സാമിൻ്റെ സമയത്ത് ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ഏരിയാസും കൂടെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള പോർഷൻസ് ഒക്കെ. ദെൻ ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ നോക്കി. ഇൻ്റർനെറ്റ് എന്താണെന്ന് നമുക്കറിയാം അല്ലേ? അപ്പോൾ ഇൻ്റർനെറ്റിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് നോക്കിക്കേ. ഹിസ്റ്ററി ഓഫ് ദി ഇൻ്റർനെറ്റ്, കണക്ടിങ് കമ്പ്യൂട്ടർ ടു ദി ഇൻ്റർനെറ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് പോർഷൻ ആണ്. ടൈപ്സ് ഓഫ് കണക്ടിവിറ്റി, സർവീസസ് ഓൺ ഇൻ്റർനെറ്റ്, സൈബർ സെക്യൂരിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. പ്രിവെൻറ്റിംഗ് നെറ്റ്വർക്ക് അറ്റാക്സ്, ഗൈഡ് ലൈൻസ് ഫോർ യൂസിങ് കമ്പ്യൂട്ടേഴ്സ് ഓവർ ഇൻ്റർനെറ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. തിയറിയാണ്, ഫുൾ തിയറിയാണ് നമുക്ക് പഠിക്കാനുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനും പറ്റും. ദെൻ ലാസ്റ്റത്തെ ചാപ്റ്റർ നോക്കിക്കേ. IT ആപ്ലിക്കേഷൻസ്, ഗവേണൻസ്, ബിസിനസ്, ലേണിംഗ്, ദെൻ ICT ആപ്ലിക്കേഷൻ ഇൻ ഹെൽത്ത് കെയർ, ICT ഇനേബിൾഡ് സർവീസസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഒരു തേർഡ് ടൈമിൽ 3 ചാപ്റ്റേഴ്സിലായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഈ 3 ചാപ്റ്റേഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേർഡ് ടൈമിലെ പോർഷൻസ് ആണ്, ഫുൾ തിയറിയാണ്. തിയറി ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളാണ്. അതായത് ചില ടേമുകൾ ഓർത്തിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് അടിച്ചൊക്കെ വിട്ടിട്ട് ആൻസേഴ്സ് ഒക്കെ എഴുതാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ചാപ്റ്റേഴ്സ് ആണ് ഈ വരുന്ന 3 ചാപ്റ്റേഴ്സ്. നിങ്ങൾക്ക് സിമ്പിളായിട്ട് പഠിക്കാൻ വേണ്ടി പറ്റുന്ന 3 ചാപ്റ്റേഴ്സും കൂടിയാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ സെക്കൻഡ് ടൈമിലെ കുറേ ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, ആ ചാപ്റ്റേഴ്സിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? അതിനകത്ത് നമ്മൾ C++ ആണ് പഠിച്ചത്, പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ ഈ പ്രോഗ്രാംസ് എഴുതാൻ കുറച്ച് പാടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ 3 ചാപ്റ്റേഴ്സിനെ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ നന്നായിട്ട്, അതായത് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന 3 ചാപ്റ്റേഴ്സ് കൂടിയാണിത്. അപ്പോൾ മക്കളെ, എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അതൊക്കെ ക്ലിയർ ചെയ്ത് തരാൻ മിസ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ഫസ്റ്റ് ടൈമിലും സെക്കൻഡ് ടൈമിലും ഉണ്ടാകുന്നത് പോലെ തന്നെ തേർഡ് ടൈമിലും നിങ്ങളുടെ കൂടെ മിസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്കിനി ക്ലാസ്സസിൽ കാണാം. ഓൾ ദി ബെസ്റ്റ്.